എപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രാഥമിക ചികിത്സ തുടങ്ങേണ്ടത്? എപ്പോഴാണ് ഇതൊരു സർജറിയിലേക്ക് മാറുന്നത്? യെസ്. സോ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 4 ടെൻഡൻസ് ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിലൊരു നീർക്കെട്ടുണ്ടെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് എക്സസൈസസ്, സ്ട്രെങ്തനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ടെൻഡൻ നല്ല ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ വി ലുക്ക് അറ്റ് ഓൾ ദി അതർ പാരാമീറ്റേഴ്സ്, അതെല്ലാം നോർമലാണ്. ഡോക്ടർ അതിലേക്ക് സംശയം ചോദിച്ചു. അപ്പോൾ നമ്മളത് റെസ്റ്റ് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യണോ? ഒരു മീഡിയം പെയിൻ ആണെങ്കിൽ ഗിവ് ഇറ്റ് റെസ്റ്റ്. നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു പെയിൻ ഉണ്ട്, കൈ പൊക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ്, എസ്പെഷ്യലി ഹോക്കിൻസ് ടെസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച വേദന കൂടും, അത് ഇംപിഞ്ച്മെൻ്റ് ഒരു സൈനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗിവ് ഇറ്റ് റെസ്റ്റ്. എന്ത് വേദന വന്നാലും എപ്പോഴും പറയും, ഒരു 2 ദിവസം കൊണ്ട് ഒരു ഡോക്ടറെ പോയി കണ്ടാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഓർത്തോപെഡിഷൻ ഇസ് വെരി അക്സസിബിൾ അല്ലേ. ഇപ്പോൾ യൂറോപ്പിലൊന്നും അല്ലെങ്കിൽ US-ലൊന്നും കാണാനേ കിട്ടത്തില്ല. ഒരു 6 മാസം കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് GP-നെ കണ്ടാൽ മതി. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ളൂ ഫസ്റ്റ് 1 വീക്ക് 2 വീക്സ് ഒരു 3 വീക്സ് വരെ സമയം കൊടുക്കാം. എനി ഇഞ്ചുറീസ്, കൈ പൊങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഇഷ്യൂ. പക്ഷേ കൈ പൊക്കാൻ പറ്റുന്നുണ്ട്, വേദനയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിക്കുക, ഒരു പാരസ്റ്റമോൾ കഴിക്കുക, സേഫസ്റ്റ് ടാബ്ലറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിക്കുക, 2 ദിവസം കഴിക്കുക, റെസ്റ്റ് കൊടുക്കുക, ഐസ് വെക്കുക. ആദ്യം ഐസാണ് വെക്കേണ്ടത്. ഇഞ്ചുറി ഉണ്ടായി പരിക്കാണെങ്കിൽ ഐസ് ഫോർ 3 days, അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ വാം ചെയ്യുക. ഐസും വാമും വർക്ക് ചെയ്യുന്ന വേറെ വഴികളിലാണ്. ഐസ് ചെയ്യുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ളതാണ്. അത് നീർക്കെട്ടിന് കൂടാതിരിക്കാൻ നോക്കും. അപ്പോൾ ഐസ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക, ഒരു 4-5 days കഴിയുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് വാം ചെയ്യാൻ തുടങ്ങുക. വാം വാട്ടറിൽ ടവലും ഉണ്ടോ, ഹോട്ട് ബാഗ് കൊണ്ട് ഫോമിറ്റ് ചെയ്യുക. എന്നിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്നു, ലിഫ്റ്റ് ചെയ്യാനുള്ള ബലം കിട്ടുന്നില്ല, ഒരു ഭാരം പൊക്കാൻ പറ്റുന്നില്ല, ദോസ് ആർ സൈൻസ്. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്കാപ്പുലാരിസ് വേണം. ഒരു ബോക്സ് എടുത്ത് പൊക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ പൊക്കണം, ഇങ്ങനെ അമർത്തുന്ന പവർ വേണം, അത് പറ്റുന്നില്ല ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിൻ വരുന്നു, ദോസ് ആർ ഓൾ ഇൻഡിക്കേഷൻസ് ഓഫ് ഇഞ്ചുറീസ്, പരിക്കിൻ്റെ സൈൻസാണ്. അപ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ റൊട്ടേറ്റർ കഫിന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ഓരോ മസിൽസ് നമുക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റും. MT CAN എന്ന് പറയും. ഈ ഒരു 20 degrees വെച്ചിട്ട് റെസിസ്റ്റൻസ് കൊടുത്ത് മേലോട്ട് പോക്കാന്നുള്ളത് തന്നെ അല്ല ചെയ്യേണ്ടത്. 2 കൈ ഈക്വലായിട്ട് ചെയ്യണം. വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ഓർത്തോപെഡിഷൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ ഷോൾഡർ സർജന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ടെസ്റ്റ് ചെയ്യുക. അത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് വീക്കാണോ, അതുപോലെ വെളിയിലോട്ട് എക്സ്റ്റേണൽ റൊട്ടേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, വെളിയിലോട്ട് പുഷ് ചെയ്യുമ്പോൾ അതിന് പവർ കുറഞ്ഞിട്ടുണ്ടോ, അതുപോലെ ഉള്ളിലേക്കുള്ള പവർ കുറഞ്ഞിട്ടുണ്ടോ, ബെയർ ഹഗ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ബെല്ലി പ്രസ്, ഇതെല്ലാം സബ്സ്കാപ്പുലാരിസിനുള്ള ഫ്രണ്ടിലെ മസിലിനുള്ള. ഈ ടെസ്റ്റുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും വെദർ ദ മസിൽസ് ആർ ഇൻഫ്ലെയിംഡ്, പെയിനേ ഉള്ളൂ, അതോ വീക്കാണോ. വീക്കാണെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സിൻ്റെ വീക്ക്നെസ് ആണെങ്കിൽ ഇറ്റ് മേ ബി അഗെയിൻ പെയിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നതായിരിക്കാം പവറിനെ. പക്ഷെ അതല്ല, കുറച്ച് നാളായിട്ടുള്ള പ്രോബ്ലമാണ് വീക്ക്നെസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി എ റൊട്ടേറ്റർ കഫ് ടയർ.